ഒരു ചോദ്യം. ചാറ്റ് ജി പി ടിക്ക് ജാതിയുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന നവയുഗ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ലാംഗ്വേജ് മോഡലാണ് ചാറ്റ് ജി പി ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് രാജ്യമില്ല, റിലീജിയൻ ഇല്ല, കാസ്റ്റ് ഇല്ല, കളറില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ചാറ്റ് ജി പി ടി ഇത്ര വലിയൊരു ആരോപണം നേരിടേണ്ടി വരുന്നത്? എന്താണ് ആ ആരോപണം? ചാറ്റ് ജി പി ടി കാസ്റ്റ് ബയാസ്ഡ് ആണ്. ആണോ? നമുക്ക് പരിശോധിക്കാം. ക്ലെയിം സിമ്പിൾ ആണ്. ചാറ്റ് ജി പി ടി പോലെയുള്ള AI ടൂളുകൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇന്റർനെറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചാണ്. പക്ഷേ ഇന്റർനെറ്റിൽ എല്ലാവരുടെയും ശബ്ദം ഒരുപോലെയാണോ? ഒരുപോലെ കേൾക്കപ്പെടുന്നുണ്ടോ? ഇന്ത്യൻ സെനാരിയോയിലെ അതിനുള്ള ഉത്തരം അല്ല എന്നാണ്. ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചില ആളുകളുടെ വോയിസ് വളരെ ലൗഡാണ്, എന്നാൽ ചിലരുടെ ശബ്ദം ആർക്കൈവ്സിൽ പോലുമില്ല. ഒന്ന് ക്ലിയർ ആക്കാം. ചാറ്റ് ജി പി ടിയെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇത് അപ്പർ കാസ്റ്റ് ടെക്സ്റ്റ്, ഇത് ലോവർ കാസ്റ്റ് ടെക്സ്റ്റ് എന്നീ ലേബലുകൾ ഉപയോഗിച്ചല്ല. AI-ക്ക് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ പറയാതെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇതൊരു ഇന്റർനാഷണൽ ഹേറ്റഡ് അല്ല, ഇത് റെപ്രസെന്റേഷന്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ചരിത്രപരമായി ആർക്കാണ് എഴുതാൻ അവകാശമുണ്ടായിരുന്നത്? ഇംഗ്ലീഷ് എസ്സേസ്, ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ്, പോളിസി ഡിബേറ്റ്സ്, ആർട്ടിക്കിൾസ്, അക്കാഡമിക് പേപ്പേഴ്സ്, ഇവയെല്ലാം കൈയടക്കി വെച്ചിരുന്നത് ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടായിരുന്ന ആളുകളാണ്. അവരുടെ കയ്യിൽ പേനകൾ ഉണ്ടായിരുന്നു. നിശബ്ദരാക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അദൃശ്യരാക്കപ്പെട്ട ഒരു കൂട്ടം ജനസമൂഹവും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ പേനകൾ ഉണ്ടായിരുന്നില്ല. അവർക്കും കഥകൾ ഉണ്ടായിരുന്നു. അവരുടെ കഥകൾ ആർക്കൈവ്സിൽ ശേഖരിക്കപ്പെട്ടില്ല. ഒരു പവർഫുൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ചാറ്റ് ജി പി ടിയോട് വാട്ട് ഈസ് റിസർവേഷൻ എന്നൊരു പ്രോംപ്റ്റ് നൽകി നോക്കൂ. പലപ്പോഴും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി നൽകുന്ന ഉത്തരങ്ങൾ എഫിഷ്യൻസിയെ കുറിച്ചായിരിക്കാം, കോമ്പറ്റീഷനെ കുറിച്ചായിരിക്കാം, മെറിറ്റിനെ കുറിച്ചായിരിക്കാം. ഇത് വളരെ ന്യൂട്രലായി നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ ന്യൂട്രൽ അല്ലാത്തത് കേൾക്കപ്പെടാതെ പോയ ശബ്ദങ്ങളും കഥകളുമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ ഒട്ടുമേ അവൈലബിൾ അല്ലാത്ത ഡാറ്റാസ് ആണ് ദളിത് സ്ത്രീകളുടെ എഴുത്ത്, റീജിയണൽ റെസിസ്റ്റൻസ്, ഓറൽ ഹിസ്റ്ററീസ് തുടങ്ങിയവയെ കുറിച്ചെല്ലാമുള്ള ഡാറ്റാസ് അൺഅവൈലബിൾ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ സൈലൻസ് ഇറ്റ് സെൽഫ് ഈസ് എ ബയാസ്? മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ചാറ്റ് ജി പി ടിയോട് ഇന്ത്യയിൽ വിജയിക്കാൻ വേണ്ട പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നൊരു പ്രോംപ്റ്റ് നൽകി നോക്കൂ. പ്രധാനമായും വരുന്ന ഉത്തരങ്ങൾ കഠിനാധ്വാനം, ഡിസിപ്ലിൻ, ഉയർന്ന വിദ്യാഭ്യാസം, മത്സര പരീക്ഷകൾ, വ്യക്തിഗത പ്രയത്നങ്ങൾ തുടങ്ങിയവയെല്ലാമാണ് വിജയത്തിലേക്കുള്ള താക്കോൽ എന്നായിരിക്കും. എന്നാൽ അവിടെ എന്താണ് നഷ്ടമായിരിക്കുന്നത്? ജാതീയമായിട്ടുള്ള വേർതിരിവുകളും തടസ്സങ്ങളും, ഭൂമിക്ക് മേലുള്ള അവകാശം, ഭാഷാ പ്രാവീണ്യം, സാമൂഹിക ബന്ധങ്ങൾ അഥവാ സോഷ്യൽ നെറ്റ്വർക്കിംഗ് തുടങ്ങിയവയെ കുറിച്ചെല്ലാം ചാറ്റ് ജി പി ടി സൈലന്റ് ആയിരിക്കും. ഇതിലെ സാഡ് ട്രൂത്ത് എന്തെന്നാൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വിജയകഥകളുടെ ഭൂരിഭാഗവും യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരാത്ത ആളുകളിൽ നിന്നാണ് വരുന്നത്. അതുകൂടാതെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റാസിലെ സെർച്ച് പാറ്റേൺസ് മിക്കവാറും IIT സക്സസ് സ്റ്റോറീസ്, UPSC ടോപ്പർ ഇന്റർവ്യൂ, സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ജേണി എന്നിവയെല്ലാമാണ്. ഇവയെല്ലാം പ്രതിനിധീകരിക്കുന്നത് തലമുറകളായി വിദ്യാഭ്യാസ മൂലധനമുള്ള, കോച്ചിങ് ലഭ്യതയുള്ള, ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യമുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളെയാണ്. ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നാൽ ഈ ഡാറ്റ ട്രെയിനിങ്ങിലൂടെ AI ബന്ധിപ്പിക്കുന്നത് മെറിറ്റ് ഈസിക്കൽ ടു എലൈറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സക്സസ് ഈസിക്കൽ ടു ചില പ്രത്യേക സാമൂഹിക അടയാളങ്ങൾ എന്നിവയാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ പതിയുന്ന പ്രതിബിംബത്തിന്റെ ഡിസ്റ്റോഷനെ കണ്ണാടിയെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ ആ ഡിസ്റ്റോഷൻ കണ്ണാടിയിൽ പതിയുന്ന ബിംബത്തിന്റെ തന്നെയാണെങ്കിലും. പക്ഷേ ഗുഡ് ന്യൂസ് ഇതാണ്, നമുക്ക് ഈ ബയാസ് മെഷർ ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. എങ്ങനെ? ഇന്ത്യൻ സെനാരിയോയിൽ ട്രെയിനിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഡാറ്റയിൽ റീജിയണൽ ലാംഗ്വേജ് ഡാറ്റ കൂട്ടുക, മോർ മാർജിനലൈസ്ഡ് വോയിസസ് ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ചോദ്യം ചാറ്റ് ജി പി ടിക്ക് ജാതിയുണ്ടോ എന്നതല്ല. യഥാർത്ഥ ചോദ്യം ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാത്ത ശബ്ദം ആരുടേതാണ്? അവർ ഇനിയും നിശബ്ദരായി തുടരേണ്ടതുണ്ടോ? അതാണ് റിയൽ കോൺവെർസേഷൻ.